നമസ്കാരം. പ്രധാന വാർത്തകൾ. CPMന്റെ ഓരോ നിലപാടുകളും അർത്ഥശൂന്യമായി മാറുകയാണെന്ന് CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗതാഗത വകുപ്പ് മന്ത്രിയുമായ CP ജോൺ. ശരിയായ ഇടതുപക്ഷം ആഗ്രഹിക്കുന്നവർക്ക് CPMൽ നിൽക്കാൻ കഴിയില്ലെന്നും CP ജോൺ. ഫുട്ബോൾ ലോകകപ്പിൽ ബ്രസീൽ പുറത്തായപ്പോൾ നെയ്മർ വിരമിക്കൽ പ്രഖ്യാപിച്ച അവസ്ഥയാണ് കേരള രാഷ്ട്രീയത്തിൽ കാണാൻ പോകുന്നതെന്ന് DMF നേതാവ് PK ശശി. CPM നേതൃത്വത്തിന്റെ വിടവാങ്ങലാണ് ഇനി കാണാൻ പോകുന്നതെന്നും PK ശശി. പാർട്ടിക്ക് പരാജയം സംഭവിച്ചാൽ അതിന് നേതൃത്വം കൊടുത്ത സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് എതിരെയാണ് നടപടിയെടുക്കേണ്ടതെന്ന് തളിപ്പറമ്പിൽ CPM വിമതനായി വിജയിച്ച TK ഗോവിന്ദൻ. DMF നയപ്രഖ്യാപനം പാലക്കാട്. പ്രിയദർശിനി സർവീസ് മൂലം സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന നഷ്ടം പഠിക്കാൻ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. സ്വകാര്യ ബസ് വ്യവസായം നിലനിൽക്കണമെന്നത് തന്നെയാണ് സർക്കാരിന്റെ ആഗ്രഹമെന്നും ഇക്കാര്യത്തിൽ സ്വകാര്യ ബസ് ഉടമകളുടെ പ്രായോഗിക നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്നും മന്ത്രി. വ്യവസായ സംരക്ഷണവും പ്രോത്സാഹനവുമാണ് സർക്കാർ ലക്ഷ്യമെന്നും പ്രിയദർശിനി സംവിധാനം അവസാനിപ്പിക്കില്ലെന്നും മന്ത്രി CP ജോൺ. നാടിനെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ വിധി മാറ്റിവെച്ചു. പാലക്കാട് സെഷൻസ് കോടതി ജഡ്ജിയുടെ അനാരോഗ്യമാണ് വിധി പ്രഖ്യാപനം നടത്താത്തതെന്ന് വിശദീകരണം. 2025 ജനുവരി 27 നടന്ന ഇരട്ടക്കൊലപാതകത്തിൽ 82 സാക്ഷികളെ വിസ്തരിച്ചു. തൃശൂരിൽ അനാശാസ്യ കേന്ദ്രത്തിൽ ക്രൂരമർദ്ദനമേറ്റ് ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിലായത് അസം സ്വദേശി നൂർ ആലം. തൃശൂർ ഈസ്റ്റ് CID നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത് അസമിൽ നിന്ന്. തൃശൂർ മാളയിൽ താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി അന്യസംസ്ഥാനക്കാരിയായ അതിജീവിതയെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ കേസിൽ പശ്ചിമബംഗാൾ സ്വദേശി അബൂബ മണ്ഡലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി റിമാൻഡിൽ. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിലെ പ്രതി അറസ്റ്റിൽ. എറണാകുളം ഞാറക്കൽ സ്വദേശി ചിരട്ടപ്പുരയ്ക്കൽ വീട്ടിൽ അനീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുളപ്പുള്ളിയിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം ഉടൻ പ്രാബല്യത്തിൽ വരും. തീരുമാനം നഗരസഭയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി യോഗത്തിൽ. ജൂലൈ 13 സിഗ്നൽ സംവിധാനത്തിന്റെ ഉദ്ഘാടനം നടത്താൻ ധാരണ. വിവിധ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് ബസ് ഓപ്പറേറ്റേഴ്സ് പ്രതിനിധികളും തൊഴിലാളികളും. കുളപ്പുള്ളി ഷൊർണൂർ പാതയിലെ തകർച്ച പരിഹരിക്കാത്ത PWD അധികൃതർക്കെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനം. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിനകത്തെ തകർച്ച ഉടൻ പരിഹരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി. ലഹരിക്കെതിരെയുള്ള തുറന്ന പോരാട്ടത്തിൽ എല്ലാവരുടെയും കൂട്ടായ സഹകരണം ഉണ്ടാകണമെന്നും തുറന്ന പോരാട്ടത്തിൽ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് സർക്കാർ ലക്ഷ്യം നേടുക തന്നെ ചെയ്യുമെന്നും മന്ത്രി KA തുളസി. +1 ജില്ലാതല പ്രവേശനോത്സവം കോങ്ങാട് KPRP സ്കൂളിൽ. കുന്നംകുളം വടുതല UP സ്കൂളിൽ ഭീമൻ കടന്നൽക്കൂട്. സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. വളത്തോൾ പഞ്ചായത്തിലെ വിവിധ അഴിമതികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വളത്തോൾ നഗർ UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച്. മുതുകൊടിക്കുന്ന ജോലിഭാരം, വേതനം തുച്ഛം. ഉള്ളത് തന്നെ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നു. സാക്ഷരതാ പ്രേരകന്മാർക്ക് ദുരിത ജീവിതം. വാർത്തകൾ വിശദമായി. CPMന്റെ ഓരോ നിലപാടുകളും അർത്ഥശൂന്യമായി മാറുകയാണെന്ന് CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗതാഗത വകുപ്പ് മന്ത്രിയുമായ CP ജോൺ പറഞ്ഞു. ശരിയായ ഇടതുപക്ഷം ആഗ്രഹിക്കുന്നവർക്ക് CPMൽ നിൽക്കാൻ കഴിയില്ലെന്നും CP ജോൺ പറഞ്ഞു. അതിൽ ഒരു രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ % വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയത് തൊഗ്ലിയാത്തിയെ പോലുള്ള നേതാക്കന്മാർ നയിച്ച ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. പക്ഷേ ഒരു പ്രദേശം, ഒരു ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ഏരിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ % ഓഫ് വോട്ട്സ് ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും കിട്ടാത്ത തരത്തിൽ നേടിയ ഇടം ഈ പാലക്കാടായിരുന്നു എന്ന് അഭിമാനപൂർവ്വം നമുക്കെല്ലാം ഓർക്കാവുന്ന കാര്യമാണ്. ഫുട്ബോൾ ലോകകപ്പിൽ ബ്രസീൽ പുറത്തായപ്പോൾ നെയ്മർ വിരമിക്കൽ പ്രഖ്യാപിച്ച അവസ്ഥയാണ് കേരള രാഷ്ട്രീയത്തിൽ കാണാൻ പോകുന്നതെന്ന് DMF നേതാവ് PK ശശി പറഞ്ഞു. CPM നേതൃത്വത്തിന്റെ വിടവാങ്ങലാണ് ഇനി കാണാൻ പോകുന്നതെന്നും PK ശശി പറഞ്ഞു. പാലക്കാട്ട് DMF നയപ്രഖ്യാപനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാടല്ല, കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഞങ്ങൾ വളരെ ശക്തമായിട്ട് വരാൻ പോവുക. കേരളത്തിലെ ഒരു ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറും. CPIM ഇനി കേരളത്തിൽ ഇനി ഭാവിയില്ല. ഇന്ത്യയിലത്തെ ഭാവിയൊക്കെ നേരത്തെ പോയി, കേരളത്തിലും ഭാവിയില്ല. ആ സ്പേസിലേക്കാണ്, ഇടതുപക്ഷം ഇല്ലാതാകുന്നു എന്ന സ്പേസിലേക്കാണ് ഞങ്ങൾ കടന്നു വരുന്നത്. അത് വലിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വരാൻ പോകുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗതിയെ നിർണ്ണയിക്കുന്ന ശക്തിയായി ഞങ്ങൾ മാറും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനവുമായി തളിപ്പറമ്പിൽ നിന്നും വിമതനായി വിജയിച്ച TK ഗോവിന്ദൻ. പാർട്ടിക്ക് പരാജയം സംഭവിച്ചാൽ അതിന് നേതൃത്വം കൊടുത്ത സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയാണ്
നടപടിയെടുക്കേണ്ടതെന്ന് TK ഗോവിന്ദൻ പറഞ്ഞു. പാലക്കാട്ട് DMF നയപ്രഖ്യാപനത്തിലാണ് TK ഗോവിന്ദൻ പ്രസ്താവന നടത്തിയത്. പക്ഷെ നിങ്ങൾ കാണിച്ച അനീതിക്കെതിരായി, നിങ്ങൾ കാണിച്ച നിങ്ങളുടെ സ്വജന പക്ഷപാതത്തിനെതിരായിട്ട്, നിങ്ങൾ കാണിച്ചിട്ടുള്ള അഴിമതിക്കെതിരായിട്ട് ഞാൻ നിലപാട് സ്വീകരിച്ചപ്പോൾ, പാർട്ടിക്കകത്ത് സ്വീകരിച്ചപ്പോൾ അംഗീകരിക്കപ്പെടുന്നില്ലെന്ന് വന്നപ്പോഴാണ് ഞാനും കുഞ്ഞികൃഷ്ണനും ഒക്കെ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് ജനങ്ങളോട് പറയാൻ തയ്യാറായത്. നിങ്ങൾ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ പാർട്ടിക്ക് ഗതി വരില്ലായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് സംസ്ഥാന നേതൃത്വം പറയാണ്. അപ്പോൾ ആരാ ശരി? ശരിയുടെ പക്ഷത്ത് ഇപ്പോൾ നമ്മളാ, തെറ്റിൻ്റെ പക്ഷത്താണ് ഈ പാർട്ടി നിൽക്കുന്നത്. അതുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി പറഞ്ഞത് പാർട്ടിക്ക് തെറ്റുപറ്റി, പയ്യന്നൂരിൽ തെറ്റുപറ്റി, തളിപ്പറമ്പിൽ തെറ്റുപറ്റി, സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റുപറ്റി എന്ന് ഇപ്പോൾ പാർട്ടി പരസ്യമായി പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ജനങ്ങളോട്, പാർട്ടിയോടെങ്കിലും പരസ്യമായി മാപ്പ് പറഞ്ഞ് ഞങ്ങളോടൊക്കെ ചെയ്തത് ശരിയായില്ല, പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് പറയുകയാണ് അവർ ചെയ്യേണ്ടത്. പ്രിയദർശിനി സർവീസ് മൂലം സ്വകാര്യ ബസ്സുകൾക്ക് ഉണ്ടാകുന്ന നഷ്ടം പഠിക്കാൻ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പറഞ്ഞു. സ്വകാര്യ ബസ് വ്യവസായം നിലനിൽക്കണമെന്ന് തന്നെയാണ് സർക്കാരിന്റെ ആഗ്രഹമെന്നും ഇക്കാര്യത്തിൽ സ്വകാര്യ ബസ് ഉടമകളുടെ പ്രായോഗിക നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വ്യവസായ സംരക്ഷണവും പ്രോത്സാഹനവുമാണ് സർക്കാർ ലക്ഷ്യമെന്നും പ്രിയദർശിനി സംവിധാനം അവസാനിപ്പിക്കില്ലെന്നും മന്ത്രി പാലക്കാട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കൺസെഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിശോധിക്കും. കൺസെഷൻ നിരക്ക് കൂട്ടുന്നതിനെക്കുറിച്ച് വിദ്യാർത്ഥി സംഘടനയുമായി ചർച്ച ചെയ്യും. വയനാട്ടിൽ സ്വകാര്യ ബസ്സുകൾ സ്വന്തം നിലയ്ക്ക് പിരിക്കുന്നത് അംഗീകരിക്കാനാവില്ല. നിയമവിരുദ്ധ നടപടികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. സ്വകാര്യ ബസ് വ്യവസായത്തിന്റെ സംരക്ഷണത്തിനാണ് നികുതി ഇളവ് UDF സർക്കാർ പ്രഖ്യാപിച്ചത്. വ്യവസായ സംരക്ഷണവും പ്രോത്സാഹനവുമാണ് സർക്കാർ നയം. എന്നാൽ പ്രിയദർശിനി സംവിധാനം അവസാനിപ്പിക്കില്ലെന്നും ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് യൂണിയനുകളുടെ ഒരു സംയുക്ത നിവേദനം എനിക്ക് കിട്ടി. അതിൽ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് വന്നത്. വിശദമായ ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ സമയം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീണ്ടും അവരായിട്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു യോഗം ഈ 9, 10, 11 തീയതികളിലായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും ഞാനിപ്പോൾ തന്നെ അത് പറയുന്നതിൽ തെറ്റില്ല. പ്രിയദർശിനി വന്നതുകൊണ്ട് സാമ്പത്തികമായ ഉണ്ടായ റൂട്ടുകളുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ഒരു ഔദ്യോഗികമായൊരു കമ്മിറ്റി വയ്ക്കുന്നതാണ്. അവരാ കമ്മിറ്റിയുടെ മുമ്പിൽ ബന്ധപ്പെട്ട ആളുകൾ മൊഴി കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്താണെന്ന് സർക്കാർ മനസ്സിലാക്കുകയും ചെയ്യും. എന്നാൽ 33,000 പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ. അതിപ്പോൾ 8,000-ത്തിനടുത്തേക്ക് ചുരുങ്ങിയത് പ്രിയദർശിനി കൊണ്ടല്ല. അപ്പോൾ ഒരു ക്രൈസിസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ആ ക്രൈസിസിനെ കുറിച്ച് ചർച്ച ചെയ്യാനോ അതിന് പരിഹാരം കണ്ടെത്താനോ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഒരു നടപടിയും എടുത്തതായി നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. പക്ഷേ നമ്മുടെ പുതിയ ഗവൺമെൻറ് എന്ന രീതിയിൽ, ഒരു ഗവൺമെൻറ്റിൻ്റെ തുടർച്ച എന്ന രീതിയിൽ എന്തുകൊണ്ടാണ് ഈ 33,000 ബസ്സുകൾ വെറും 7,000, 8,000 ആയിട്ട് കുറഞ്ഞതെന്നും കൂടെ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ടാക്സ് 50% നമ്മൾ കുറച്ചത്. ടാക്സ് കൂട്ടാതല്ലാതെ ഇതിന് മുമ്പ് ഒരിക്കലും സ്വകാര്യ ബസ്സുകളുടെ ടാക്സ് കുറച്ചിട്ടില്ല. അപ്പോൾ ആ ടാക്സ് കുറച്ചതിലൂടെ തന്നെ പൊതുഗതാഗത രംഗത്തെ നിക്ഷേപകർ എന്ന രീതിയിലാണ് ഗവൺമെൻറ് അവരെ കാണുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നാടിനെ നടുക്കിയ നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ വിധി മാറ്റിവെച്ചു. പാലക്കാട് സെഷൻസ് കോടതി ജഡ്ജിയുടെ അനാരോഗ്യമാണ് വിധി പ്രഖ്യാപിക്കൽ മാറ്റിയത്. 2025 ജനുവരി 27 നടന്ന ഇരട്ടക്കൊലപാതകത്തിൽ 82 സാക്ഷികളെ വിസ്തരിച്ചിരുന്നു. 2025 ജനുവരി 27 നടന്ന ഇരട്ടക്കൊലപാതക കേസിൽ 82 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 2025 ജനുവരി 27 നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിൽ തിരുത്തുംപാടം 58 വയസ്സുള്ള സുധാകരൻ്റെയും സുധാകരൻ്റെ അമ്മ 76 വയസ്സുള്ള ലക്ഷ്മിയെയും അയൽവാസിയായ ചന്താമരയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിലെ ഏകപ്രതിയും ചന്താമര മാത്രമാണ്. 2019 ഓഗസ്റ്റ് 31 സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട ചന്താമര ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത്. ചന്താമരയുടെ ഭാര്യ പിണങ്ങിപ്പോവാൻ കാരണം സുധാകരന്റെ ഭാര്യ സജിതയാണെന്ന ജോത്സ്യൻ ചന്താമരയെ അറിയിച്ചതാണ് സജിതയുടെ കൊലപാതകത്തിൽ കലാശിച്ചത്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചന്താമര ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചാണ് കോളനിയിൽ എത്തിയത്.
നൽകിയത്. ജാമ്യത്തിലിറങ്ങിയ ചന്താമര ജാമ്യവ്യവസ്ഥ ലംഘിക്കാനിടയാക്കിയത് പോലീസിന്റെ വീഴ്ചയാണ്. സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ ശേഷം പോത്തുണ്ടി വനമേഖലയിൽ ഒളിച്ചിരുന്ന ചന്താമര ഭക്ഷണം കഴിക്കാനായി എത്തിയപ്പോഴാണ് പോലീസ് പിടിയിലായത്. പോലീസ് പിടികൂടിയ ശേഷം അയൽവാസികൾക്കെതിരെ ചന്താമര വധഭീഷണി മുഴക്കിയിരുന്നു. പ്രതി ചന്താമരയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് സുധാകരന്റെയും സജിതയുടെയും കുടുംബത്തിന്റെയും ആവശ്യം. പ്രദേശവാസികളും ഇതേ ആവശ്യമുള്ളവരാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ അനാശാസ്യ കേന്ദ്രത്തിൽ ക്രൂരമർദ്ദനമേറ്റ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിൽ. അസം സ്വദേശി നൂർ ആലമാണ് പിടിയിലായത്. തൃശൂർ ഈസ്റ്റ് സിഐയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അസമിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇതോടെ ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം 7 ആയി. ഒഡീഷ സ്വദേശി ധൻപത് നായികാണ് കൊല്ലപ്പെട്ടത്. കേസിൽ 2 സ്ത്രീകളും 4 പുരുഷന്മാരുമടക്കം 6 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. ഇക്കഴിഞ്ഞ 18 രാത്രി 10 മണിയോടെയാണ് തൃശൂർ നഗരത്തിലെ കോരപ്പത്ത് ലൈനിലുള്ള വാടക വീട്ടിൽ പ്രവർത്തിച്ചിരുന്ന അനാശാസ്യ കേന്ദ്രത്തിലായിരുന്നു സംഭവം. കൊല്ലപ്പെട്ട ധൻപത് നായിക്കും സുഹൃത്തും എത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം സർവീസ് മോശമാണെന്ന് പറഞ്ഞ് പണത്തെ ചൊല്ലി ധൻപതും അനാശാസ്യ കേന്ദ്രം നടത്തിപ്പുകാരും തമ്മിൽ തർക്കവും സംഘർഷവും ഉണ്ടായിരുന്നു. ഇടിവള കൊണ്ടടക്കം ക്രൂരമായി ധൻപത് നായിക്ക് ആക്രമിക്കപ്പെട്ടു. ചികിത്സയിലിരിക്കെ തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ധൻപത് നായിക് മരിച്ചത്. സംഭവത്തിന് ശേഷം അസമിലേക്ക് കടന്ന മുഖ്യപ്രതി നൂർ ആലമാണ് പിടിയിലായത്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ മാളയിൽ താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി അന്യസംസ്ഥാനക്കാരിയായ അതിജീവിതയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പശ്ചിമബംഗാൾ സ്വദേശി പിടിയിൽ. പ്രതിയെ റിമാൻഡ് ചെയ്തു. പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി 25 വയസ്സുള്ള അബൂബ മണ്ഡൽ ആണ് പോലീസിന്റെ പിടിയിലായത്. മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളിയുടെ ഭാര്യയായ അസം സ്വദേശിനിയെ താമസ സ്ഥലത്തെത്തി അതിക്രമിച്ചു കയറി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി അബൂബ മണ്ഡൽ എന്നയാളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ജൂലൈ 4-ാം തീയതി വൈകിട്ട് 7:30 സംഭവം. അതിജീവിത താമസിക്കുന്ന മുറിയിലേക്ക് പ്രതി അതിക്രമിച്ചു കയറുകയും ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. ആക്രമത്തെ അതിജീവിത എതിർത്തപ്പോൾ പ്രതി ഇവരെ നിലത്ത് തള്ളിയിട്ടു. റൂമിന്റെ പടിയിൽ കാലിടിച്ചു വീണ് അതിജീവിതയുടെ കാൽപാദം ഒടിഞ്ഞ് പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതിയെ മാള പോലീസ് പിടികൂടുകയായിരുന്നു. അറസ്റ്റിലായ പ്രതിയെ നിയമ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാള പോലീസ് സ്റ്റേഷൻ SHO സബ് ഇൻസ്പെക്ടർ വിശാഖ് കെ വിശ്വൻ, SI വിനോദ് കുമാർ, SIമാരായ നജീബ് ബാവ, സാജിദ, CPOമാരായ ജോയി ഡെനീസ്, ജവഹർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിലെ പ്രതി അറസ്റ്റിൽ. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ എറണാകുളം ഞാറക്കൽ സ്വദേശി ചിരട്ടപ്പുറയ്ക്കൽ വീട്ടിൽ 27 വയസ്സുള്ള അനീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. അനീഷ് എറണാകുളം ഞാറക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു അടിപിടി കേസിലും പ്രതിയാണ്. അഴീക്കോട് പോസ്റ്റിൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രാജേഷ്, കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ സൗമ്യ, സെബി, SI ഉമേഷ്, CPOമാരായ അബീഷ്, വിഷ്ണു, ഷമീർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കുളപ്പുള്ളിയിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം ഉടൻ പ്രാബല്യത്തിൽ വരും. തിങ്കളാഴ്ച നഗരസഭയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ഈ മാസം 13-ന് സിഗ്നൽ സംവിധാനത്തിന്റെ ഉദ്ഘാടനം നടത്താൻ ധാരണയായി. ബസ് ഓപ്പറേറ്റേഴ്സ് പ്രതിനിധികളും തൊഴിലാളികളും വിവിധ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. കുളപ്പള്ളി ഷൊർണൂർ പാതയിലെ തകർച്ച പരിഹരിക്കാത്തതിനെതിരെ PWDക്കെതിരെ രൂക്ഷ വിമർശനമുയർന്നു. ഷൊർണൂർ നഗരസഭ കുളപ്പള്ളി ടൗണിൽ നടപ്പാക്കുന്ന ട്രാഫിക് സിഗ്നൽ സംവിധാനം ആരംഭിക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് തിങ്കളാഴ്ച നഗരസഭാ കൗൺസിൽ ഹാളിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നത്. നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മലയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. നിങ്ങളുടെ ആവശ്യങ്ങളുണ്ടാവും, അതുപോലെ തന്നെ ഇത് എങ്ങനെ സുഗമമായി കൊണ്ടുപോകാമെന്നുള്ള ഒരു ചർച്ചയിലൂടെ നമുക്ക് പരിഹരിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ ഉദ്ഘാടനം 13-ാം തീയതി നടത്തണമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും കൂടാത്ത വിധത്തിൽ കിട്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇതിൽ MPD എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ 2 കൂട്ടരും കൂടി ചർച്ച. ട്രാഫിക് സിഗ്നൽ സംവിധാനം ഉടൻ പ്രാബല്യത്തിൽ വരും. ഈ മാസം 13-ന് സിഗ്നൽ സംവിധാനത്തിന്റെ ഉദ്ഘാടനം നടത്താനും യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. ഓരോ ഭാഗത്തേക്കും വാഹനങ്ങൾ കടന്നുപോകാൻ നിശ്ചയിച്ച ട്രാഫിക് സിഗ്നലിലെ സെക്കൻഡുകൾ സംബന്ധിച്ച് ബസ് ഓപ്പറേറ്റേഴ്സ് പ്രതിനിധികളും തൊഴിലാളികളും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. അതേസമയം തങ്ങൾ മുന്നോട്ട് വച്ച വിവിധ ആവശ്യങ്ങൾ നടപ്പാക്കി തരണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് പ്രതിനിധികളും തൊഴിലാളികളും യോഗത്തിൽ ആവശ്യപ്പെട്ടു. കുളപ്പള്ളി ഷൊർണൂർ പാതയിലെ തകർച്ച പരിഹരിക്കാൻ കഴിയാത്ത PWD ഉദ്യോഗസ്ഥനെതിരെ ബസ് ഓപ്പറേറ്റേഴ്സ് പ്രതിനിധികളും തൊഴിലാളികളും രൂക്ഷ വിമർശനമുയർത്തി. ഏറെ തകർച്ചയുള്ള പാതയിലൂടെ സർവീസ് നടത്താൻ ഏറെ പ്രയാസമാണെന്നും ബസ്സുകൾക്ക് തകരാറുകൾ സംഭവിക്കുന്നുണ്ടെന്നും ഇരുവരും യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. കുളപ്പള്ളി ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിലെ അനധികൃത പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്നും പരിശോധന ശക്തമാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു.
കുളപ്പള്ളി ബസ് സ്റ്റാൻഡ് യാർഡിലെ തകർച്ചയെ സംബന്ധിച്ചും യോഗത്തിൽ ചർച്ചയായി. ഈ പ്രശ്നം ഉടൻ പരിഹരിക്കാമെന്ന് നഗരസഭാ സെക്രട്ടറി മറുപടി നൽകി. യോഗത്തിൽ ചെയർപേഴ്സൺ പി നിർമ്മല, വൈസ് ചെയർമാൻ വി കെ അനുരാജ്, സെക്രട്ടറി പി എസ് രാജേഷ്, പോലീസ്, PWD, MVD ഉദ്യോഗസ്ഥർ, ബസ് ഓപ്പറേറ്റേഴ്സ് സംഘടനാ പ്രതിനിധികൾ, തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ലഹരിക്കെതിരെയുള്ള തുറന്ന പോരാട്ടത്തിൽ എല്ലാവരുടെയും കൂട്ടായ സഹകരണം ഉണ്ടാകണമെന്നും തുറന്ന പോരാട്ടത്തിൽ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് സർക്കാർ ലക്ഷ്യം നേടുക തന്നെ ചെയ്യുമെന്ന് മന്ത്രി കെ എ തുളസി കോങ്ങാട് KPRP ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോങ്ങാട് KPRP ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന +1 ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ എ തുളസി. ലഹരിക്കെതിരെയുള്ള സാമൂഹ്യ നീതി വകുപ്പിന്റെ ആരോഗ്യ വകുപ്പിന്റെ സംയുക്തമായിട്ടുള്ള ഒരു പരിപാടിയുടെ ഉദ്ഘാടനം നമ്മുടെ സമൂഹത്തിന്റെ വിവിധ തട്ടുകളിൽ കുറെ നാളുകളായി ലഹരിയുടെ വിപണനവും ഉപഭോഗവും വലിയ തോതിലുള്ള പ്രതിസന്ധിയും പ്രശ്നവും നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിനെതിരെയുള്ള ഒരു തുറന്ന പോരാട്ടം നമ്മളെല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിന്റെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന പദ്ധതി. അപ്പൊ നമ്മളൊക്കെ തന്നെ അതിന്റെ ഈ തൂഫാൻ വാരികന്മാരായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം കൊച്ചുകുട്ടികളാണെങ്കിലും കുറച്ച് അഡോളസന്റ് സ്റ്റേജിലുള്ള കുട്ടികളാണെങ്കിലും നമുക്ക് പലപ്പോഴും നമ്മുടെ കണ്ണുകളിൽ കാണുന്ന നമുക്ക് ആകർഷകമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ വലിയ നമ്മളെ അതിലേക്ക് വലിച്ചെടുപ്പിക്കുന്നത് പോലെ നമുക്ക് തോന്നാം. പ്രത്യേകിച്ച് അഡോളസന്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഹോർമോണൽ ചേഞ്ചസ് വളരെയധികം കാര്യമായിട്ട് നമ്മൾ ഉണ്ടാകുന്ന ഒരു പ്രായമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സൂര്യ മുഖ്യാതിഥിയായി. ജൂഡ് ലൂയിസ് RDD മലപ്പുറം സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം PR ശോഭന, ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ TM ഷറഫുദ്ദീൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ S. പത്മജ, വാർഡ് അംഗം K. ബിന്ദു, PTA പ്രസിഡന്റ് MP സുരേഷ് കുമാർ, പ്രധാനാധ്യാപിക R. ബീന മോൾ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ MP ശ്യാമള സ്വാഗതവും TM ബിന്ദു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുന്നംകുളം വടുതല UP സ്കൂളിൽ ഭീമൻ കടന്നൽക്കൂട് കണ്ടെത്തിയതിനെ തുടർന്ന് സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂളിലെത്തിയപ്പോൾ കടന്നൽക്കൂട് കണ്ടത്. വളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്തിന്റെ ഷീ ലോഡ്ജിലേക്കുള്ള നിയമനങ്ങളും അർഹതയില്ലാത്തവർക്ക് വീടുകൾ നൽകിയതും അഴിമതിയാണെന്ന് ആരോപിച്ച് UDF വളത്തൂർ നഗർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വളത്തൂർ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ സംവിധാനത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ഇവിടെ UDF കടന്നു വന്നിരിക്കുകയാണ്. UDFന് ഇവിടെ മെമ്പർമാരുണ്ട്. ഇവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ UDFന് കഴിയും. നമുക്കറിയാം, ചെറുതുരുത്തി പറഞ്ഞ മേഖലയ്ക്ക് മാത്രം കേരളത്തിലെ ഭരണമാറ്റം തീരെ അറിയാത്തൊരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. അത് കലാമണ്ഡലമാണെങ്കിലും ചെറുതുരുത്തിയിലെ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ഈ ഭരണമാറ്റത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവില്ലായ്മ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. മാർച്ചിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് UDF പ്രവർത്തകർ പങ്കെടുത്തു. ചെറുതുരുത്തി ചുങ്കത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടന മാർച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടയുകയായിരുന്നു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് മായ ഉദയൻ അധ്യക്ഷത വഹിച്ചു. RSP തൃശൂർ ജില്ലാ സെക്രട്ടറി PV പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. CMB മണ്ഡലം സെക്രട്ടറി ദേവൻ മണ്ണഴി, UDF നേതാക്കളായ CKM അഷറഫ്, PT തമ്പിമണി, PA അബ്ദുൽ ജബ്ബാർ, K. മോഹൻദാസ്, PC ബാബു, KM ഷാജി, മനോജ് തൈക്കാട്ട്, KM മുഹമ്മദ്, VM ഷഹീർ, ബീന രവി, ആരിഫ ഷംസുദ്ദീൻ, PA അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് ട്രഷറർ TB മൊയ്തീൻകുട്ടി സ്വാഗതവും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അർഷാദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുതുവൊടിക്കുന്ന ജോലിഭാരം, വേതനം തുച്ഛം, ഉള്ളത് തന്നെ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നു. സാക്ഷരതാ പ്രേരകന്മാർക്ക് ദുരിത ജീവിതം. സാക്ഷരതാ മിഷൻ നൽകേണ്ട 40% തുക ലഭിക്കാത്തതാണ് പ്രേരകന്മാരുടെ ഓണറേറിയം പ്രതിസന്ധിയിൽ ആകാൻ കാരണം. കോട്ടായിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. ഇവർക്ക് മാസം തോറും ഓണറേറിയമായി നൽകുന്ന തുകയെങ്കിൽ 60% സംഖ്യ അതാത് ഗ്രാമപഞ്ചായത്തുകളാണ് നൽകേണ്ടത്. ബാക്കി 40% തുക സംസ്ഥാന സാക്ഷരതാ മിഷനാണ് നൽകേണ്ടത്. എന്നാൽ സാക്ഷരതാ മിഷൻ നൽകേണ്ട തുക വർഷങ്ങളായി വിതരണം ചെയ്യാറില്ലെന്നും മാസം തോറും ലഭിക്കുന്ന തുച്ഛമായ വേതനം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും പ്രേരകന്മാർ പറയുന്നു. വേതനം ഏറ്റവും കുറഞ്ഞ ഈ വിഭാഗക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ജോലിഭാരം എന്നും പറയുന്നു. പഞ്ചായത്തിന്റെ നികുതി പിരിവ് ഉൾപ്പെടെ
20 മേഖലകളിൽ ഇവർ പണിയെടുക്കണം. എല്ലാ ദിവസവും രാവിലെ 9-ന് പണി തുടങ്ങിയാൽ വൈകുന്നേരം 6 മണിയായാലും പണി തീർന്നിട്ടുണ്ടാവില്ല എന്നാണ് പ്രേരകന്മാരുടെ പരാതി. സാക്ഷരതാ മിഷൻ നൽകുവാനുള്ള കുടിശ്ശിക അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. അതേസമയം പാലക്കാട് ബ്ലോക്കിൽ പറളി പഞ്ചായത്ത് ഒഴികെ മറ്റെല്ലാ പഞ്ചായത്തുകളിലും പ്രേരകന്മാർക്ക് മുഴുവൻ തുകയും പഞ്ചായത്തുകൾ നൽകുന്നുണ്ടെന്നും പറളി പഞ്ചായത്തിൽ മാത്രം 60% മാത്രമാണ് നൽകുന്നതെന്നും സംസ്ഥാന സാക്ഷരതാ മിഷന് നൽകേണ്ട 40% തുക ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണെന്നും പറയുന്നു. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവ ഉദ്ഘാടനം പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. വിജയോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ഉപഹാര സമർപ്പണവും നടന്നു. കുട്ടികളുടെ ഡാൻസും ഉണ്ടായിരുന്നു. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടുകൂടി സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി നിർവഹിച്ചു. പഠിക്കുന്ന കാലത്ത് ടീച്ചർ ഓറിയന്റഡ് ആയിരുന്നു വിദ്യാഭ്യാസ പഠന പ്രവർത്തനങ്ങൾ. ടീച്ചേഴ്സ് ഓറിയന്റഡ് ആണ്, ടീച്ചർ കേന്ദ്രീകൃതമായിരുന്നു എന്നൊക്കെ. അതിന് മാറ്റം വന്നു. DPP എന്നൊക്കെ പറയുന്ന വിദ്യാഭ്യാസ പരിഷ്കരണം എന്നതോടുകൂടി പിന്നീട് കുട്ടികളെ കേന്ദ്രീകരിച്ച് പഠന പദ്ധതിയായിരുന്നു. പരീക്ഷയെ സംബന്ധിച്ചും പരിസ്ഥിതിയെ സംബന്ധിച്ചും ചുറ്റുപാടിനെ സംബന്ധിച്ചും നാടിനെ സംബന്ധിച്ചും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പഠന രീതികളാണ് പിന്നീട് വന്നത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾ വന്നു. ഞാൻ കൊണ്ട് വിശദീകരിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ +1 കുട്ടികളെ ഇപ്പൊ നമ്മളങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല, ആരെയും നിർബന്ധിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല. പണ്ട് അങ്ങനെ ആയിരിക്കും. 2025-26 ബാച്ചിലെ ഉന്നത മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥിനി M ആതിരയെ MLA ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് കൃഷ്ണപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല, വൈസ് ചെയർമാൻ VK അനുരാജ്, മദർ സുപ്പീരിയർ ലോക്കൽ മാനേജർ മരിയ റെജിയാക്, വാർഡ് കൗൺസിലർ മുഹമ്മദ് ആഷിഖ്, സെന്റ് തെരേസസ് ഹെഡ്മിസ്ട്രസ് മരിയ ബെല്ല, ജൂനിയർ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലീന റോസ്, LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷീന യോഹനാൻ, MPTA പ്രസിഡന്റ് ധന്യ ലക്ഷ്മണൻ, M ആതിര തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ D സിമി സ്വാഗതവും സ്മിത നന്ദിയും പറഞ്ഞു. വിജയോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ വിതരണം ചെയ്തു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥിനിയും നർത്തകിയുമായ അശ്വതി ഗോപന്റെ നൃത്ത പരിപാടി അരങ്ങേറി. കൂടാതെ +2 വിദ്യാർത്ഥികളുടെ നൃത്തവും ഉണ്ടായിരുന്നു. മക്കളെ അറിയാൻ എന്ന വിഷയത്തിൽ എഴുത്തുകാരനും ട്രെയിനറുമായ ഹരീഷ് ബാബു വിഷയാവതരണം നടത്തി. ചടങ്ങിൽ നിരവധി വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പതിരിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1ാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി ഉദ്ഘാടനം ചെയ്തു. ആധുനികമായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന, സാമൂഹ്യ ശാസ്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മൊബൈലുകൾ നമ്മളെല്ലാം ഉപയോഗിക്കുന്നവരാണ്. പക്ഷെ മൊബൈലിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് പൊതു അറിവ് നേടുന്നത് നമ്മുടെ പുസ്തക വായനയിലൂടെയും അതുപോലെ തന്നെ പൊതു സമൂഹത്തിൽ നിന്നാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റില്ല. മൊബൈൽ എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഇപ്പോൾ മൊബൈൽ എന്ന് പറയുന്ന സംവിധാനം നമ്മൾ രാവിലെ വീട്ടിൽ ഇറങ്ങുമ്പോൾ ആദ്യം നമ്മളെങ്ങനെ പോക്കറ്റിൽ ഉണ്ടെന്നു അല്ലേ, മൊബൈൽ ഉണ്ടാവും. അപ്പോൾ മൊബൈല് നമ്മൾക്ക് നിന്ന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സംഭവമായിട്ട് നമ്മൾക്ക് മാറി. പക്ഷെ അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഉപയോഗം മാത്രമേ പാടുള്ളൂ. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ KR കർപ്പകം സ്വാഗതം ആശംസിച്ചു. PTA പ്രസിഡന്റ് V സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന മുഖ്യാതിഥിയായി പങ്കെടുത്തു. വാർഡ് മെമ്പർ നസീമ റിയാസ് ആശംസകൾ അർപ്പിക്കും സ്കൂൾ ലോഗോ പ്രകാശന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. മുൻ PTA പ്രസിഡന്റ് M ഉണ്ണികൃഷ്ണൻ, MPTA പ്രസിഡന്റ് നിഷ, സ്കൂൾ പ്രധാനാധ്യാപിക അനിത, ഹയർ സെക്കൻഡറി അധ്യാപകരായ ഹരിദാസ് C, രതീഷ് M എന്നിവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി ശ്രീകല
സി ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തി. സ്കൂളിലെ സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ രക്ഷിതാക്കൾക്കായി മക്കളെ അറിയാൻ എന്ന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സൗഹൃദ കോർഡിനേറ്റർ ശ്രീകല ക്ലാസ് നയിച്ചു. കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ ഷിബു ജി നായർ കുട്ടികളുടെ കരിയറുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസും നയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ലക്ഷ്മിനാരായണ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സുവർണ ജൂബിലിയുടെ സമാപന സമ്മേളനം 8-ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പകൽ 9-ന് പാലപ്പുറം ലക്ഷ്മിനാരായണ വിദ്യാനികേതൻ സീനിയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് സമാപന സമ്മേളനം നടക്കുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഒരു വർഷം നീണ്ടുനിന്ന വിപുലമായ ആഘോഷ പരിപാടികൾക്കാണ് സമാപനമാകുന്നത്. 1976 പാലപ്പുറത്ത് ചെറിയ ട്യൂട്ടോറിയൽ കോളേജായാണ് ആരംഭം. നിലവിൽ ലക്ഷ്മിനാരായണ കോളേജ് CBSE അഫിലിയേഷനുള്ള ലക്ഷ്മിനാരായണ വിദ്യാനികേതൻ സീനിയർ സെക്കൻഡറി സ്കൂൾ, ലക്ഷ്മിനാരായണ ആൻഡ് സയൻസ് കോളേജ്, ലക്ഷ്മിനാരായണ ജൂനിയർ സ്കൂൾ, ലക്ഷ്മിനാരായണ സിൽടെക് അക്കാദമി എന്നീ സ്ഥാപനങ്ങളുണ്ട്. അർഹരായ വിദ്യാർത്ഥികൾക്കായി 50 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെയും കലാകാരന്മാരെയും ആദരിച്ചു. കഴിഞ്ഞ പ്രളയത്തിൽ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ട വിദ്യാലയത്തിലെ സപ്പോർട്ട് സ്റ്റാഫ് അംഗമായ ശിവദാസിന് മാനേജ്മെന്റ് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം ചടങ്ങിൽ കൈമാറും. കെ പ്രേംകുമാർ, PT നരേന്ദ്രമേനോൻ, മണ്ണൂർ രാജകുമാരൻ ഉണ്ണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. വൈകിട്ട് 4 മുതൽ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഫെയിം ബൽറാം മോഹൻദാസ് നയിക്കുന്ന ഗാനമേള അരങ്ങേറും. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹത് വ്യക്തികളെയും അവിടെയുള്ള കലാകാരന്മാരെയും ആദരിക്കുകയുണ്ടായി. സമാപന സമ്മേളനം ജൂലൈ 8 ബുധനാഴ്ച 1:30 ലക്ഷ്മിനാരായണ വിദ്യാനികേതൻ സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മുഖ്യാതിഥിയായി ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പങ്കെടുക്കുന്നുണ്ട്. ഒറ്റപ്പാലത്തെ പ്രശസ്ത വ്യക്തിത്വങ്ങളായ ശ്രീ PT നരേന്ദ്രമേനോനും ശ്രീ മണ്ണൂർ രാജകുമാരനെയും അന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ചെയർമാൻ കെ രാമകൃഷ്ണൻ, ഒറ്റപ്പാലം ലക്ഷ്മിനാരായണ വിദ്യാനികേതൻ പ്രിൻസിപ്പൽ N പ്രദീപ്, മായന്നൂർ ലക്ഷ്മിനാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഉത്തരവാദിത്വങ്ങളും ചുമതലകളും ഏറ്റെടുക്കുന്ന വിദ്യാർത്ഥികളായി മാറണമെന്നും വായനാശീലം തുടരണമെന്നും താലൂക്ക് യൂണിയൻ സെക്രട്ടറി കൃഷ്ണകുമാർ പറഞ്ഞു. മണ്ണൂർ നഗരിപ്പുറം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച SSLC+2 വിജയികൾക്കുള്ള അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തേ മതിയാകും, ചുമതലകൾ ഏറ്റെടുത്തേ മതിയാകും. അതിൽ നിന്ന് ഒളിച്ചൂടി കൊടുക്കുന്ന ഭീരുക്കളായി നിങ്ങൾ ആരും മാറുക. നിങ്ങൾ നാളെ സർക്കാർ ഓഫീസിൽ ഒരു ഉദ്യോഗസ്ഥനായി അല്ലെങ്കിൽ പ്രൈവറ്റ് ഓഫീസിൽ ബാങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായി മാറുമ്പോൾ അവിടെ ഒരു ടാർഗറ്റ് ഉണ്ടാവും. നമുക്കൊരു പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഇല്ലേ, അവിടുത്തെ ബാങ്കിലൊക്കെ നല്ല ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ 1000 ദിവസം നടക്കില്ല, 1000 മാസം നടക്കില്ല. പക്ഷെ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ ആ ടാർഗറ്റ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നമുക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടാൽ തിരിച്ചോടി പോകാൻ, അതിൽ നിന്ന് ഒളിച്ചോടി പോകാൻ നമ്മൾ എവിടെയും രക്ഷപ്പെടില്ല. കരയോഗം പ്രസിഡന്റ് സത്യകുമാർ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് K ശിവാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. കരയോഗത്തിലെ കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് നടത്തിയ അനുമോദന സദസ്സിന് കരയോഗം ഭാരവാഹികൾക്ക് പ്രത്യേക അഭിനന്ദനവും താലൂക്ക് സെക്രട്ടറി അറിയിച്ചു. താലൂക്ക് യൂണിയൻ മെമ്പർ സന്തോഷ് കുമാർ, കരയോഗം മെമ്പർ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി കൃഷ്ണകുമാർ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. അപർണ പ്രാർത്ഥന ആലപിച്ചു. കരയോഗം സെക്രട്ടറി വിജയലക്ഷ്മി സ്വാഗതവും കരയോഗം വൈസ് പ്രസിഡന്റ് നാരായണൻ നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ കാരക്കാട് NSS വാർഷിക പൊതുയോഗവും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് P നാരായണൻ ഉദ്ഘാടനം ചെയ്തു. 69 തൊട്ട് 93 വരെ കേരളത്തിന് വെളിയിൽ ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ നാട്ടിൽ വന്ന ശേഷം എൻ്റെ ടീപ്പോയുടെ മുകളിൽ ഒരു സീറ്റ് കണ്ടു. ഷൊർണൂർ NSS കരയോഗത്തിൽ മെമ്പർഷിപ്പ് എൻ്റെ ഭാര്യ കൊടുത്ത അതിൻ്റെ പേര് കണ്ടു. അതാണ് ഞാൻ അത് അവൾ പറഞ്ഞു മെമ്പർഷിപ്പ് കൊടുക്കേണ്ട ഇവിടെ ആളുകളെന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ അന്ന് ആ ഒരു കാര്യത്തിൽ അഡ്വക്കേറ്റ് കരുണാകരമേനോൻ NSS പ്രസിഡന്റ് ആയിരുന്ന ഭാഗത്തുണ്ടായിട്ടില്ല. ഒരു പ്രിൻസിപ്പൽ ഓഫ് NSS കോളേജ് വിജയകുമാറിന്റെ അദ്ദേഹം പറഞ്ഞു ഈ ഭാഗത്ത് ഇങ്ങനൊരു കുടുംബമേള ആദ്യമാണ്. കരയോഗം സെക്രട്ടറി ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു. യോഗത്തിൽ പ്രസിഡന്റ് ആനന്ദ് V നായർ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് P നാരായണൻ ഉദ്ഘാടനം ചെയ്തു.
റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. താലൂക്ക് ഭരണസമിതി അംഗം മോഹൻദാസ് ആശംസകൾ അറിയിച്ചു. ട്രഷറർ പരമാലക്ഷ്മി നന്ദി രേഖപ്പെടുത്തി. പുതിയ ഭരണസമിതി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് ബാലചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ബാബുരാജ്, സെക്രട്ടറി മനോജ് ശങ്കർ, ജോയിന്റ് സെക്രട്ടറി ചന്ദ്രപ്രഭ, ട്രഷറർ പ്രഭാലക്ഷ്മി, പ്രവർത്തക സമിതി അംഗങ്ങൾ ഗംഗാധരൻ, ജയപ്രകാശ്, വിനോദ്, ശിവശങ്കരൻ, ശശീന്ദ്രൻ, സോമശേഖരൻ, കേശവദാസ്, ഉന്മേഷ്, താലൂക്ക് യൂണിയൻ പ്രതിനിധികൾ ആനന്ദ് വി നായർ, പ്രസാദ് പാലിക്കിഴി, ഇലക്ട്രോൺ മെമ്പർ ശങ്കരനാരായണൻ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. യുവമോർച്ച ജില്ലാ സെക്രട്ടറിയായിരുന്ന സജീൻ രാജിന്റെ 9ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനവും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. തെരൂർ മഹാദേവ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണത്തിനുള്ള കുറ്റിയടിക്കൽ കർമ്മം നടന്നു. പ്രത്യേക പൂജകൾ, കലശങ്ങൾ, ബാലാലയ പ്രതിഷ്ഠ എന്നിവ നടന്നു. തന്ത്രി പനാവൂർ മനക്കൽ നാരായണ നമ്പൂതിരി, ക്ഷേത്ര ശില്പിയും വാസ്തുവിദഗ്ധനുമായ കെ കൃഷ്ണൻ എമ്പ്രാന്തിരി, ക്ഷേത്രം മേൽശാന്തി ഞാറക്കോട്ട് മഠം രാമചന്ദ്രൻ എന്നിവർ കാർമ്മികരായി. മാറ്റുലി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജുവൽ ഹട്ട്, ഷൊർണൂർ. The Jewel Hut, an exclusive ladies designer jewel and bag shopping. VD സതീശന്റെ നേതൃത്വത്തിൽ പുതുതായി അധികാരമേറ്റ UDF സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച കർഷകർക്ക് നിരാശയാണ് ഫലമെന്ന് ആക്ഷേപമുന്നയിക്കുന്നുണ്ട്. ഇത് ശരിയാണോ? താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോഴും ഏത് കാലഘട്ടത്താലും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലായാലും ശരി, നമുക്ക് പച്ചക്കറി മറ്റ് വാഴകൃഷി എല്ലാം ചെയ്യുന്ന കാലഘട്ടം കൂർക്ക ഉൾപ്പെടെ ഉള്ള ഇതിന് സബ്സിഡിയും മറ്റു കാര്യം ഏക്കറയ്ക്ക് 9,000 രൂപയാണ് നമുക്ക് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് സബ്സിഡിയായി കിട്ടിയത്. അതേപോലെ തന്നെ ഈ സർക്കാരും കൃഷിക്കാർക്ക് വേണ്ടി, കർഷകർക്ക് വേണ്ടി എല്ലാ നല്ല പരിപാടികളും ആരംഭിക്കും. അതിനുള്ള എല്ലാ ഇതും തുടങ്ങി വെച്ചിട്ടുണ്ട്. എന്തായാലും കർഷകരെ വഞ്ചിക്കുന്നൊരു ഗവൺമെൻറ്റായി ഇരിക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഫണ്ടിൻ്റെ അപര്യാപ്തത വലിയ ഒരു പ്രശ്നത്തിലേക്കുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളായ കുറച്ച് ഇൻഷുറൻസും വിളകളും അല്ലാതെ കൂടുതലായിട്ടുള്ളൊരു ഫണ്ട് നീക്കിവെക്കാൻ, ഒരു പുതിയൊരു പ്രൊജക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു പദ്ധതിയായിട്ട് വെക്കാൻ ഫണ്ട് തീരെ ഇല്ലാത്ത അവസ്ഥയാണ്. ആരാധ്യ MLA അല്ലെങ്കിൽ മന്ത്രി എന്നിവിടെ ഒരു വേദിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തോട് സൂചിപ്പിച്ചപ്പോൾ ഒന്ന് കാണും, പഞ്ചായത്തിൻ്റെ തലത്തിൽ എന്നെ അപേക്ഷിച്ചിട്ട് ഈ പഞ്ചായത്താണല്ലോ എനിക്ക് മുഖ്യം. ആ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. സാമ്പത്തികപരമായിട്ട് മാത്രമല്ല, കുറേ പൊതു പ്രസ്താവനയിൽ ഇടപെടുന്ന നേരിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. കാണാം എന്നാണ് വാർത്തകൾ. കേരളത്തിൽ പുതിയതായി ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള VD സതീശൻ സർക്കാർ കർഷകരുടെ കാര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നെൽകർഷകരുടെ പ്രശ്നങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളും അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക ധനസഹായങ്ങളും എല്ലാം അടിയന്തരമായി തന്നെ കർഷകർക്ക് കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു വരുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. കർഷകരുടെ സ്വപ്നങ്ങൾക്ക് മങ്ങലേറ്റിട്ടുണ്ട് എന്നുള്ളൊരു പരാതി ഉയർന്നിട്ടുണ്ട്. അത് ശരിയല്ല. കാരണം കാലിയായ ഖജനാവും അദ്ദേഹം UDF സർക്കാർ വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം ഘട്ടം ഘട്ടമായി തന്നെ നടപ്പിലാക്കി. കർഷകർക്ക് നല്ല ഈ സമസ്ത മേഖലയുള്ളവർക്കും ആശ്വാസത്തിൻ്റെ തെളിനീര് ഉണ്ടാവും എന്നൊരു യാതൊരു സംശയവുമില്ല. കാലിയാക്കിയ ഖജനാവ് എന്ത് ചെയ്യാനാണ് ഈ സർക്കാർ? സുന്ദര മോഹന വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകിയിട്ട് LDF സർക്കാർ പോയത്. അവർ കൊണ്ടുവന്ന കാര്യങ്ങളല്ലാതെ ഒരു കാര്യങ്ങളും നാടിൻ്റെ വികസനത്തിന് വേണ്ടി LDF സർക്കാർ കൊണ്ടുവന്നിട്ടില്ല. കർഷകർക്ക് യാതൊന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഘട്ടം ഘട്ടമായിട്ട് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സർക്കാരിൻ്റെ കനറ ബാങ്കും സ്റ്റേറ്റ് ബാങ്കിലേക്കും സഹകരണ
സഹകരണ ബാങ്കുകൾക്ക് അല്ലാതെ നാഷണൽ ബാങ്കുകൾ മുഖാന്തരം നെല്ലിൻ്റെ പൈസ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഓരോ ഡേറ്റ് നിശ്ചിതപ്പെടുത്തി വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞ്. യാതൊരു കാരണവശാലും ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ശരിയല്ല എന്നാണ് എൻ്റെ വ്യക്തമായുള്ള അഭിപ്രായം. മാറ്റൊലി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജുവൽ ഹട്ട് ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM-ന്റെ ഓരോ നിലപാടുകളും അർത്ഥശൂന്യമായി മാറുകയാണെന്ന് CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗതാഗത വകുപ്പ് മന്ത്രിയുമായ CP ജോൺ. ശരിയായ ഇടതുപക്ഷം ആഗ്രഹിക്കുന്നവർക്ക് CPM-ൽ നിൽക്കാൻ കഴിയില്ലെന്നും CP ജോൺ. ഫുട്ബോൾ ലോകകപ്പിൽ ബ്രസീൽ പുറത്തായപ്പോൾ നെയ്മർ വിരമിക്കൽ പ്രഖ്യാപിച്ച അവസ്ഥയാണ് കേരള രാഷ്ട്രീയത്തിൽ കാണാൻ പോകുന്നതെന്ന് DMF നേതാവ് PK ശശി. CPM നേതൃത്വത്തിന്റെ വിടവാങ്ങലാണ് ഇനി കാണാൻ പോകുന്നതെന്നും PK ശശി. പാർട്ടിക്ക് പരാജയം സംഭവിച്ചാൽ അതിന് നേതൃത്വം കൊടുത്ത സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് എതിരെയാണ് നടപടിയെടുക്കേണ്ടതെന്ന് തളിപ്പറമ്പിൽ CPM വിമതനായി വിജയിച്ച TK ഗോവിന്ദൻ. DMF നയപ്രഖ്യാപനം പാലക്കാട്. പ്രിയദർശിനി സർവീസ് മൂലം സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന നഷ്ടം പഠിക്കാൻ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. സ്വകാര്യ ബസ് വ്യവസായം നിലനിൽക്കണമെന്നത് തന്നെയാണ് സർക്കാരിന്റെ ആഗ്രഹമെന്നും ഇക്കാര്യത്തിൽ സ്വകാര്യ ബസ് ഉടമകളുടെ പ്രായോഗിക നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്നും മന്ത്രി. വ്യവസായ സംരക്ഷണവും പ്രോത്സാഹനവുമാണ് സർക്കാർ ലക്ഷ്യമെന്നും പ്രിയദർശിനി സംവിധാനം അവസാനിപ്പിക്കില്ലെന്നും മന്ത്രി CP ജോൺ. നാടിനെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ വിധി മാറ്റിവെച്ചു. പാലക്കാട് സെഷൻസ് കോടതി ജഡ്ജിയുടെ അനാരോഗ്യമാണ് വിധി പ്രഖ്യാപനം നടത്താത്തതെന്ന് വിശദീകരണം. 2025 ജനുവരി 27 നടന്ന ഇരട്ടക്കൊലപാതകത്തിൽ 82 സാക്ഷികളെ വിസ്തരിച്ചു. തൃശൂരിൽ അനാശാസ്യ കേന്ദ്രത്തിൽ ക്രൂരമർദ്ദനമേറ്റ് ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിലായത് അസം സ്വദേശി നൂർ ആലം. തൃശൂർ ഈസ്റ്റ് CID നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത് അസമിൽ നിന്ന്. തൃശൂർ മാളയിൽ താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി അന്യസംസ്ഥാനക്കാരിയായ അതിജീവിതയെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ കേസിൽ പശ്ചിമബംഗാൾ സ്വദേശി അബൂബ മണ്ഡലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി റിമാൻഡിൽ. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിലെ പ്രതി അറസ്റ്റിൽ. എറണാകുളം ഞാറക്കൽ സ്വദേശി ചിരട്ടപ്പുരയ്ക്കൽ വീട്ടിൽ അനീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുളപ്പുള്ളിയിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം ഉടൻ പ്രാബല്യത്തിൽ വരും. തീരുമാനം നഗരസഭയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി യോഗത്തിൽ. ജൂലൈ 13 സിഗ്നൽ സംവിധാനത്തിന്റെ ഉദ്ഘാടനം നടത്താൻ ധാരണ. വിവിധ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് ബസ് ഓപ്പറേറ്റേഴ്സ് പ്രതിനിധികളും തൊഴിലാളികളും. കുളപ്പുള്ളി ഷൊർണൂർ പാതയിലെ തകർച്ച പരിഹരിക്കാത്ത PWD അധികൃതർക്കെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനം. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിനകത്തെ തകർച്ച ഉടൻ പരിഹരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി. ലഹരിക്കെതിരെയുള്ള തുറന്ന പോരാട്ടത്തിൽ എല്ലാവരുടെയും കൂട്ടായ സഹകരണം ഉണ്ടാകണമെന്നും തുറന്ന പോരാട്ടത്തിൽ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് സർക്കാർ ലക്ഷ്യം നേടുക തന്നെ ചെയ്യുമെന്നും മന്ത്രി KA തുളസി. +1 ജില്ലാതല പ്രവേശനോത്സവം കോങ്ങാട് KPRP സ്കൂളിൽ. കുന്നംകുളം വടുതല UP സ്കൂളിൽ ഭീമൻ കടന്നൽക്കൂട്. സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. വളത്തോൾ പഞ്ചായത്തിലെ വിവിധ അഴിമതികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വളത്തോൾ നഗർ UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച്. മുതുകൊടിക്കുന്ന ജോലിഭാരം, വേതനം തുച്ഛം. ഉള്ളതുതന്നെ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നു. സാക്ഷരതാ പ്രേരകന്മാർക്ക് ദുരിത ജീവിതം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.